ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു റൈഡ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്നൊരു പുതിയ ബൈക്കുമായിട്ടാണ് റൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ബൈക്ക് ഏതാണെന്ന്. KTMൻ്റെ ഡ്യൂക്ക് 390 ജനറേഷൻ 3rd മോഡലാണ്. സോ നമ്മളിന്ന് ഈ ഒരു ബൈക്കിൻ്റെ ഒരു ഷോർട്ട് റൈഡ് വീഡിയോ ആണ് എടുക്കുന്നത്. സോ ഈ വണ്ടിയെപ്പറ്റി നമുക്ക് ആദ്യം സ്പെസിഫിക്കേഷനിലോട്ട് പോവാം. സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് 399cc ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ഡ്യൂക്ക് 390 373cc ആയിരുന്നു. സോ CC കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പവറും കൂടിയിട്ടുണ്ട്. 46 bhpയും 39 Nm ടോർക്കും ആയിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് പറയാം. പിന്നെ നമുക്ക് എക്സ്ട്രാ വന്നിരിക്കുന്നത് ലോഞ്ച് കൺട്രോള്, കോർണറിങ് ABS അതൊക്കെയാണ് എക്സ്ട്രാ വന്നിരിക്കുന്നത്. വണ്ടി പിന്നെ ഭയങ്കര ലൈറ്റാണ്. അതിൻ്റെ അൺസ്പ്രങ് വെയിറ്റൊക്കെ നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ സസ്പെൻഷന് താഴെ വരുന്ന പാർട്സിൻ്റെ വെയിറ്റാണ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ അലോയ് വീലിൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, പിന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ വെയിറ്റും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ഫ്ലിക്കബിളാണ്. നമുക്കിങ്ങനെ ഫ്ലിക്ക് ചെയ്ത് പോകാനൊക്കെ ഭയങ്കര ലൈറ്റാണ് വണ്ടി. പിന്നെ കിടത്താനും ഒരു രക്ഷയില്ല, അന്യായ രീതിയിൽ കിടത്താൻ വണ്ടി വെറും മാരകം. പിന്നെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വണ്ടിയുടെ നമുക്ക് ജനറേഷൻ 1 ജനറേഷൻ 2ൻ്റെ ചെറിയൊരു കോമ്പിനേഷനിലാണ്. നമുക്ക് 1ൻ്റെ ആ ഒരു സൗണ്ട് കിട്ടുന്നുണ്ട്, കാരണം അതിൻ്റെ എക്സോസ്റ്റ് അണ്ടർബെല്ലിയാണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വണ്ടിയുടെ ഒരു ലുക്സ് ഞാൻ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് കാണിച്ചു തരാം. സോ ഇതിൽ കുറച്ച് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു കിട്ടില്ല ഒരു ഡിസ്പ്ലേ ആണ്, കളർ TFT ഡിസ്പ്ലേ. ഇത് ഡ്യൂക്കിൻ്റെ 390ക്ക് മുകളിലുള്ള എല്ലാ ലൈനപ്പ് മോഡൽസിലുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതായത് ഡ്യൂക്ക് 1290, 1390, പിന്നെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ഡ്യൂക്ക് 990, അതിന് എല്ലാത്തിനും ഒരു സിമിലർ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. സോ ഡിസ്പ്ലേ ഒരു രക്ഷയില്ല. ഇതിൽ നല്ല ആനിമേഷൻസും സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ അത് ക്ലിയറായിട്ട് കാണിച്ചു തരാം. സോ വണ്ടിയുടെ മിറേഴ്സ് നോക്കുകയാണെങ്കിൽ മിറേഴ്സ് നമ്മുടെ ഡോമിനോറിൽ കണ്ടുവന്ന സെയിം മിറേഴ്സാണ് ഇന്ത്യൻ വേർഷൻ ഡ്യൂക്ക് 390ക്ക് കൊടുത്തിരിക്കുന്നത്. ഗ്ലോബലി ലോഞ്ച് ചെയ്തതിന് KTMൻ്റെ തന്നെ ഒരു സ്റ്റൈൽ മിററാണ് ഉള്ളത്. സോ ഈ മിറേഴ്സ് കൊടുത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ മിറേഴ്സിൻ്റെ ബാക്കിൽ ഒരു സ്പ്രിങ് ഉണ്ട്. സോ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഗട്ടറുള്ള റോഡിൻ്റെ കണ്ടീഷനിലും പിന്നെ വണ്ടിയുടെ വൈബ്രേഷനൊന്നും അധികം ഈ ഒരു മിററിലോട്ട് പാസ് ആവത്തില്ല, ഒരു സ്പ്രിങ് ഉള്ളത് കൊണ്ട് തന്നെ. സോ അതുകൊണ്ടാണ് ഈ ഒരു ഡോമിനോറിൻ്റെ മിറർ എടുത്തിരിക്കുന്നത്. പലർക്കും അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഡോമിനോറിൻ്റെ മിറർ എടുത്ത്. അത് ബജാജ് നല്ലതുപോലെ പ്രോപ്പർ R&D ചെയ്ത് ബിൽഡ് ചെയ്തൊരു മിററാണ്. അത്യാവശ്യം നല്ല ലുക്കുണ്ട്. ഒരു കാസ്റ്റ് അയൺ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്, പ്ലാസ്റ്റിക് ഒന്നുമല്ല മിറർ. വണ്ടി ഈസി ആയിട്ട് കയറി പോകും. ഭയങ്കര ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ്. ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പം റൈഡ് ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. സീറ്റ് ഹൈറ്റ് ഏകദേശം ഇപ്പോൾ വരുന്നത് 800 mm ആണ്. നേരത്തെ അത് 825 mm ആയിരുന്നു. സോ ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും ഒരു 5.5 feet ഹൈറ്റ് ഉള്ളവർക്ക് തന്നെ. പിന്നെ ഇലക്ട്രോണിക്സ് ഫുള്ളി ലോഡഡ് വണ്ടിയാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുള്ളി ലോഡഡ് ആണ്. ഇലക്ട്രോണിക്സിൻ്റെ ഒരു രക്ഷയില്ല വണ്ടി. കാരണം ABS ഉണ്ട്, സ്വിച്ചബിൾ ടൈപ്പ് ABS ആണ്. സൂപ്പർ മോട്ടോ റോഡ് അതുണ്ട്. പിന്നെ ലോഞ്ച് കൺട്രോൾ, ഈ കാറ്റഗറിയിലുള്ള ഒരു വണ്ടിയിലും ലോഞ്ച് കൺട്രോൾ ഇല്ല. പിന്നെ കോർണറിങ് ABS ഉണ്ട്. പിന്നെ റൈഡ് ബൈ വയർ ത്രോട്ടിലാണ്, ത്രോട്ടിലിന് കേബിൾ ഇല്ല. സോ പിന്നെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്, പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, അപ്പും ഡൗണും ഉണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ബട്ടറി സ്മൂത്താണ്, ഭയങ്കര സ്മൂത്തായിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്ററാണ്. ക്വിക്ക് ഷിഫ്റ്റർ പലരും യൂസ് ചെയ്യുന്നത് തെറ്റായിട്ടാണ്. കാരണം ക്വിക്ക് ഷിഫ്റ്റർ എപ്പോഴും എബവ് 4000 RPM വേണം യൂസ് ചെയ്യേണ്ടത്. അത് നമ്മൾ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ത്രോട്ടിൽ വിടാതെ വേണം അപ്പ് ചെയ്യാൻ, ഡൗൺ ചെയ്യുമ്പോൾ ത്രോട്ടിൽ വിട്ട് വേണം ഡൗൺ ചെയ്യാൻ. അതാണ് ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ യൂസ് ചെയ്യേണ്ട രീതി. പലരും അറിഞ്ഞുകൂടാതെ യൂസ് ചെയ്യുന്നുണ്ട് ആ ജെർക്കുള്ളതെന്നൊക്കെ പറയുന്നത്. എബവ് 4000 RPM നല്ല ബട്ടറി സ്മൂത്തായിട്ടുള്ളൊരു ക്വിക്ക് ഷിഫ്റ്ററായിരുന്നു. നേരത്തെ RC 390 വന്ന പോലത്തെ ഒരു ക്വിക്ക് ഷിഫ്റ്ററല്ല, അവരതും ഒരു ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്.
പിന്നെ വണ്ടിയുടെ റൈഡ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് ആണ്, ഫുഡ് പെഗ് റിയർ സെറ്റാണ്, ഒരു സ്പോർട്ടി റൈഡിങ് പൊസിഷനാണ്. നമുക്ക് ലോങ് റൈഡ്സൊക്കെ അത്യാവശ്യം നല്ല സുഖമായിട്ട് പോകാൻ പറ്റും. പിന്നെ കുറച്ച് സ്പീഡ് കയറുമ്പോഴും ഇഷ്യൂ ഒന്നുമില്ല ഈ ഒരു റൈഡ് പൊസിഷൻ. ഡ്യൂക്കല്ലേ, ഡ്യൂക്കെന്ന് പറഞ്ഞാൽ സ്പീഡ് കയറണമെന്നാണല്ലോ. ഈ 390 അറിയുന്നത് പോലും കോർണർ റോക്കറ്റ് എന്നാണ്. സോ ഇത് ശരിക്കും കോർണറിലൊക്കെ ഒരു റോക്കറ്റ് തന്നെയാണ്. പിന്നെ ടയേഴ്സ് വന്നിരിക്കുന്നത് മെറ്റ്സെല്ലേഴ്സിൻ്റെ ടയേഴ്സാണ്. ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബൈറ്റുള്ള ബ്രേക്കിങ്ങാണ്. നല്ല ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബൈറ്റാണ്. വണ്ടി ഈസിലി സ്റ്റോപ്പ് ആവും. നമുക്ക് ഫ്രണ്ടിൽ സിൻഡേർഡ് പാഡ്സാണ് വന്നിരിക്കുന്നത് ബൈബ്രയുടെ, റിയറിലും ബൈബ്രയാണ്, ബട്ട് സിൻഡേർഡ് പാഡ്സ് അല്ല, നോർമൽ ബ്രേക്ക് പാഡ്സാണ് വന്നിരിക്കുന്നത്. വണ്ടിയിലെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്ന 4000 RPM ഒരു 60-70 കിലോമീറ്റർ സ്പീഡുമാണ്. ഭയങ്കര സ്മൂത്താണ് വണ്ടി ആ ടൈം. ഈ കോൺട്രൊക്കെ എടുക്കുന്നതല്ലോ, ഭയങ്കര ലൈറ്റാണ് വണ്ടി. നമുക്ക് നല്ല രീതിയിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഏത് ട്രാഫിക്കിൻ്റെ ഇടയിലാണെങ്കിലും. പിന്നെ സീറ്റ് ഹൈറ്റും കൂടെ കുറഞ്ഞത് കൊണ്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാനും എളുപ്പമാണ്. പിന്നെ സ്വിച്ച് ഗിയേഴ്സൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹസാർഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് നേരത്തെ ഇല്ലായിരുന്നു, അത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓവറോൾ നല്ല ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് വണ്ടിയുടെ. അതിൻ്റെ പെയിൻറ്റ് സ്കീമാണെങ്കിൽ എല്ലാത്തിലും നല്ല ഇതുപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ക്വാളിറ്റി. ഈ വണ്ടി ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതാണ്. ഏകദേശം 1217 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമുക്കൊരു 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രമേ ലോഞ്ച് കൺട്രോൾ ഇനേബിൾ ആവത്തുള്ളൂ. അത് നമ്മൾ ഫസ്റ്റ് സർവീസിന് ചെയ്യുമ്പോൾ അവർ ഇനേബിൾ ആക്കി തരുന്നതാണ്. നമ്മൾ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്ന ഈ ഒരു സ്പീഡോമീറ്റർ മാത്രമാണ്. അല്ലാതെ ഈ വണ്ടിയുടെ ഈ ഷേപ്പും ഇതൊന്നും നമുക്കധികം കാണാൻ പറ്റത്തില്ല നമ്മൾ റൈഡ് ചെയ്യുന്ന ടൈം. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു സൂപ്പർ നേക്കഡിലിരിക്കുന്ന ആ ഒരു ഫീലാണ് ഈ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഞാൻ ഈ ഒരു റൈഡിങ് പൊസിഷൻ വേറൊരു ബൈക്കിൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ MT-15 യമഹയുടെ. അതിലും ഓൾമോസ്റ്റ് സിമിലർ ടൈപ്പ് ഓഫ് റൈഡിങ് പോസ്റ്ററാണ്. സ്റ്റീൽ ബ്രേഡഡ് ബ്രേക്ക് ലൈൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ലോങ് പോയാലും ആ ബ്രേക്കിൻ്റെ ആ ബൈറ്റ് കുറയത്തില്ല. പിന്നെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പെർഫോമൻസ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന BS3യും BS4ഉം 6 മോഡലും പോലെയല്ല. ഭയങ്കര ഒരു ലീനിയർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണെന്ന് പറയാം. എന്ന് പറയുന്നത് നമുക്ക് ഒരു 4000 RPM മുകളിൽ പിന്നെ 10,000 RPM വരെ ഒരേ രീതിയിലാണ് പവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ BS4 മോഡൽ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് അതൊരു 4000 RPM കഴിഞ്ഞിട്ട് പിന്നെ ഒരു പമ്പ് ചെയ്താണ് എടുക്കുന്നത്. പമ്പ് ചെയ്തെടുത്ത് ഒരു 6000-7000 RPM വരെ ആ ഒരു പവർ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ അത് കഴിയുമ്പം കുറച്ച് ഡള്ളാവുന്ന പോലെ തോന്നും. ബട്ട് ഇത് ടോപ്പ് എൻഡ് വരെ ഒരേ ലെവലിലാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടുന്നത്. അപ്പം ബ്രേക്കിങ്ങും പെർഫോമൻസും അവർ നല്ലതുപോലെ നോക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പയ്യന്മാർ ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി ആക്സിഡൻ്റ് ആവുന്നു എന്നൊക്കെ പറഞ്ഞ് ഡ്യൂക്കിനും KTMനും അത്യാവശ്യം നല്ല ചീത്തപ്പേരുണ്ട്. അത് ആക്ച്വലി അവർ പ്രോപ്പർലി വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാതെ എടുത്തുകൊണ്ട് പോകുന്നതും ഭയങ്കര ഓവർ സ്പീഡിങ് ആയിട്ടാണ്. കാരണം ഈ ഒരു വണ്ടിക്ക് ഇത്രയും പവർ ഉണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനുണ്ട്, ഇൻക്ലൂഡിങ് ദി ടയേഴ്സ്. സോ ഇതിൽ ടയേഴ്സ് വന്നിരിക്കുന്നത് മെറ്റ്സെല്ലറാണ്. നല്ല ഗ്രിപ്പുള്ളൊരു ടയറാണ്. അത് ഇപ്പം വെറ്റ് കണ്ടീഷൻ ആണെങ്കിലും ഡ്രൈ കണ്ടീഷൻ ആണെങ്കിലും നല്ല ഗ്രിപ്പുള്ള ടയറാണ്. ഇത് സ്പീഡോമീറ്ററിലെ ഒരു സംഭവം കാണിച്ചു തരാം. നമുക്ക് RPM ലിമിറ്റർ ഓൺ ആവുന്നത് ഇതിൽ ഈ ഓറഞ്ച് ഡിസ്പ്ലേ ആവും. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ആ ഒരു സംഭവം. ഞാൻ ഇപ്പോൾ ക്വിക്ക് ഷിഫ്റ്ററാണ് യൂസ് ചെയ്യുന്നത്.
ഭയങ്കര ബട്ടറി സ്മൂത്താണ്. ഞാൻ ഇപ്പം ഡൗൺ ഷിഫ്റ്റ് ചെയ്യാണ്, ഒരു ജെർക്കോ ഒന്നുമില്ല വണ്ടിക്ക്. ഇനി അപ്പ് ഷിഫ്റ്റ് ചെയ്യാം, കണ്ടോ, ഒരു ജെർക്കോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്യേണ്ടത്. പിന്നെ പ്രോപ്പറായിട്ട് ലൂബ് ചെയ്തിരിക്കണം, എങ്കിലേ നമുക്ക് ആ ഒരു ഷിഫ്റ്റിങ് സ്മൂത്ത് ആവത്തുള്ളൂ. ഭയങ്കര ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്വിക്ക് ഷിഫ്റ്റർ തന്നെ. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും നല്ലൊരു ക്വിക്ക് ഷിഫ്റ്റർ ഞാൻ വേറൊരു വണ്ടിയിലും കണ്ടിട്ടില്ല. പുതിയ എപ്രിലിയർ RS457 വരുന്നുണ്ട്. അതിൽ ക്വിക്ക് ഷിഫ്റ്റർ സ്റ്റാൻഡേർഡ് അല്ലെന്നാണ് കേട്ടത്, ആക്സസറിയാണ്. അതൊന്ന് റൈഡ് ചെയ്ത് നോക്കണം. പിന്നെ TVSൻ്റെ അപ്പാച്ചി 310R ഉണ്ട്, അതിലും നല്ല ക്വിക്ക് ഷിഫ്റ്റർ ആണെന്നാണ് കേട്ടത്. ബട്ട് ഡ്യൂക്കിൻ്റെ ആ ഒരു പെർഫോമൻസ് എന്തായാലും അതിനൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് വേറൊരു ക്ലാസ്സാണ്, അത് 300cc എന്ന് പറയാം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 400cc ആയിട്ടുണ്ട് ഈ വണ്ടി. സോ ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഓൺ റോഡ് വരുന്നത് 4,02,000 ട്രിവാൻഡ്രത്ത് ഓൺ റോഡ് പ്രൈസ്. ഒരു പുതിയൊരു 390 ഒരു പയ്യൻ പോകുന്ന സ്പീഡ് ഉണ്ടാവും. ഇതൊക്കെ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ട് റൈഡ് ചെയ്താൽ കൊള്ളാം. കാരണം നമ്മൾ അത്രയും റോഡ് റേസ് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ട്രാക്കിൽ പോയി റൈഡ് സ്പീഡോ എന്താണെന്ന് വെച്ചാൽ കാണിക്കാം. പക്ഷേ റോഡ് ഒട്ടും സേഫ് അല്ല. അത് ബാക്കിയുള്ളവർക്ക് സേഫ് അല്ല, ഓടിക്കുന്ന നമുക്ക് സേഫ് അല്ല. അവൻ പോട്ടെ, 200 ആ പെങ്കൊച്ചിനെ ഇരുത്തി ഞാൻ പോകുന്ന പോക്കുണ്ടോ, പോട്ടെ, ഞാൻ പതുക്കെ പോയിക്കോളാം. സോ കുറച്ചുകൂടെ റെസ്പോൺസിബിളായിട്ട് റൈഡ് ചെയ്യുന്നതാണ് എല്ലാവരും നല്ലത്. നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് തന്നെ പറയുന്നത്. പിന്നെ ഇത് ഓറഞ്ച് കളറാണ്. ഇതിന് 2 കളറാണുള്ളത്, ഒരു ബ്ലൂ ഉണ്ട്, പിന്നെ ഈ ഒരു ഓറഞ്ചും ആണുള്ളത്. ബ്ലൂ കുഴപ്പമില്ല, നമുക്ക് അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നത്തില്ല. നമുക്ക് റോഡ് പ്രസൻസ് ഒക്കെ വേണമെങ്കിൽ ഓറഞ്ച് തന്നെ എടുക്കണം. പിന്നെ KTM ഓൾവേസ് ഓറഞ്ചാണ്. സോ എൻ്റെ പ്രിഫറൻസ് എപ്പോഴും KTM എന്ന് പറഞ്ഞാൽ ഓറഞ്ച് തന്നെയാണ്. പിന്നെ ഇതിൽ നെഗറ്റീവായിട്ട് പറയാൻ, ഈ ഒരു കളറിൽ വേണമെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ട് പറയാനാണെങ്കിൽ സീറ്റ് ഇതിൻ്റെ ഓറഞ്ചാണ്. അത് പെട്ടെന്ന് ഡസ്റ്റൊക്കെ പിടിച്ച് ഡാമേജ് ആവും. സോ ഞാൻ ഓൾറെഡി ഒരു സീറ്റ്, ബ്ലാക്ക് സീറ്റ്, ബ്ലൂ കളറിന് ബ്ലാക്ക് സീറ്റാണ് വരുന്നത്, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നെഗറ്റീവായിട്ട് എനിക്ക് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. മിറേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് ആ ഒരു മിറർ തന്നിരുന്നേൽ കൊള്ളായിരുന്നു. കാരണം അത് കുറച്ചുകൂടെ ഈ ഒരു കണക്ഷന് കുറച്ചുകൂടെ ഒരു ലെങ്ത് ഉണ്ട് ഈ ഒരു റോഡിന്. അപ്പോൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് പുറത്തോട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇതിൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ വെച്ച് വിസിബിലിറ്റി കവർ ആവുകയാണ്. പിന്നെ ഇതിനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ച് കുറവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിന്. വണ്ടി റൈഡ് ചെയ്യാൻ നല്ല സുഖമാണ്, നല്ല കംഫർട്ടാണ്. സീറ്റൊക്കെ നല്ല അത്യാവശ്യം വെൽ പാഡഡ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ഡ്യൂക്കിനെക്കാളും വെൽ പാഡഡ് ആയിട്ടുള്ള സീറ്റാണ്. പിന്നെ KTM ആണ്. വണ്ടി ക്വാളിറ്റി ഇല്ലയെന്ന് പറയുന്നില്ല, ബട്ട് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കണം, കറക്റ്റായിട്ട് സർവീസ് ചെയ്യണം. എന്തെങ്കിലും വണ്ടിയുടെ സൈഡിൽ നിന്നൊരു മിസ്സിങ് തോന്നിയാൽ നമ്മളത് ഇപ്പോൾ തന്നെ റെക്ടിഫൈ ചെയ്തിരിക്കണം. പിന്നെ മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഓവറായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ ഇതിലൊരു സ്റ്റിക്കർ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇവിടെ ടാങ്കിൽ ചെയ്തിട്ടുണ്ട്. അത് പ്ലെയിൻ ആയിരുന്നു ടാങ്ക്. ഇവിടെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് KTMൻ്റെ. നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള സ്റ്റിക്കറിങ് കുറച്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ വിൻബ്ലാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വിൻബ്ലാസ്റ്റ് ഉണ്ട്, ബട്ട് കുഴപ്പമില്ല. നമുക്കൊരു 120 ഒക്കെ കയറിയാലും വിൻബ്ലാസ്റ്റ് അത്ര അറിയത്തില്ല. വണ്ടി ലൈറ്റാണ് എന്നതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും ലൈറ്റായിട്ടുള്ളൊരു വണ്ടി
നമുക്ക് കൊണ്ടു കിടക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു സുഖമാണ് ഈ വണ്ടി. ഒട്ടും ഒരു എഫേർട്ടുള്ളതായിട്ട് തോന്നത്തില്ല. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ പവർ നമ്മുടെ ഈ കയ്യിലുണ്ട്. വേറൊരു റൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു കാര്യം ഫീൽ ചെയ്തത്, വണ്ടിയുടെ അൺസ്പ്രങ് വെയിറ്റ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഒരു 20-30 സ്പീഡിൽ പോകുമ്പം ഈ കല്ലുകളിലൊക്കെ നമ്മളെ ടയർ കയറി കഴിഞ്ഞാൽ വണ്ടി കുറച്ചൊന്ന് എക്സ്ട്രാ ആയിട്ട് തെന്നി മാറും. നോർമലി വണ്ടി തെന്നി മാറും, ബട്ട് ഇതിന് അലോയിലെ ഏരിയയും സസ്പെൻഷൻ്റെ താഴോട്ടുള്ള ഏരിയയിൽ വെയിറ്റ് കുറവായതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതലായിട്ട് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതല്ലാണ്ട് ഈ വണ്ടിക്ക് പറയാൻ യാതൊരു കുറ്റമില്ല. പിന്നെ പ്രൈസ് പോയിൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും വേർത്താണെന്ന് പറയാം. കാരണം 4 lakhs-ന് ഇത്രയും ഫീച്ചേഴ്സ് നൽകുന്ന, ഇത്രയും പെർഫോമൻസ് നൽകുന്ന, സർവീസ് കോസ്റ്റ് എല്ലാം കുറവാണ്. എല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ് വണ്ടിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 1800 rupees-ആണ്. കാരണം നമുക്ക് എൻജിൻ ഓയിൽ ചേഞ്ചിൻ്റെ പ്രൈസാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. 1800 രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഫസ്റ്റ് സർവീസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഫുൾ ബ്ലോക്കാണ്. നമുക്ക് അവിടെ കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് ഒരു യൂ ടേൺ എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ബൈക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ഈ വണ്ടിയിൽ പെർഫോമൻസ് അനുസരിച്ചുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബട്ട് പുതിയൊരാളാണ് ഒരു ബൈക്കിലോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അയാൾ 390 എടുക്കണ്ട, അയാളൊരു 200 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം വണ്ടി അത്യാവശ്യം നല്ല പെർഫോമൻസാണ്. അപ്പം ത്രോട്ടിൽ കൺട്രോൾ ചിലപ്പം കിട്ടാൻ പാടായിരിക്കും. അതുകൊണ്ട് ഒരു 200cc ഒക്കെ അല്ലെങ്കിൽ 150cc ഒക്കെ ഓടിച്ചിട്ട് ഒരു അപ്ഗ്രേഡ് നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ പറ്റാം. പിന്നെ ഒബ്വിയസ്ലി സൂപ്പർ ബൈക്സ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു സെക്കൻഡ് ബൈക്ക് എന്നുള്ള രീതിയിലും 390 ബെസ്റ്റാണ്. ഇവിടെ NH-ൻ്റെ 6 ലൈനിൻ്റെ വർക്ക് കിടക്കും. ട്രിവാൻഡ്രം ടു അവിടെ ആലപ്പുഴ അവിടെ എവിടെയാണ്. ഊട്ടണൊക്കെ എടുക്കുക എന്നാ സുഖമാണ് വണ്ടി. പിന്നെ വണ്ടിയുടെ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടും തന്നെ ഹീറ്റിംഗ് ഇല്ല. ഞാൻ ഷോർട്സൊക്കെ യൂസ് ചെയ്ത് ഈ ബൈക്ക് റൈഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ റേഡിയേറ്റർ നല്ല ബിഗർ റേഡിയേറ്ററാണ്. അതിൽ തന്നെ 2 ഫാനും ഉണ്ട്. പിന്നെ കേർവ്ഡ് റേഡിയേറ്ററാണ്. സോ അത്യാവശ്യം ഒരു സൈസ് കൂട്ടിയിട്ട് അത് കേർവ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഹീറ്റൊന്നും നമ്മുടെ ലെഗിൻ്റെ ആ ഒരു ഏരിയയിലൊന്നും ഒട്ടും തന്നെ വരുന്നില്ല. നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ പോലും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഒട്ടും തന്നെ ഹീറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ വണ്ടി ഫുള്ളി കൺട്രോൾഡാണ് ഹീറ്റിൻ്റെ കാര്യത്തിൽ. ഇത് റെഡ് ഓക്കെ എന്ന് എടുത്തിരിക്കുന്നത്, ഇത് റെഡായാൽ മാത്രമേ ഹീറ്റ് കൂടുതലുള്ളതെന്ന് അറിയുള്ളൂ. സോ അതൊരു ബ്ലൂ ആകുമ്പം തന്നെ ഫാന് കിക്കിൻ ചെയ്യും. പിന്നെ വണ്ടി തണുക്കും പെട്ടെന്ന്. ഞാൻ പിന്നെ ഇതിൽ പ്രീമിയം പെട്രോളാണ് യൂസ് ചെയ്യുന്നത്, XP95. കാരണം ഇതിൽ E20 എന്ന് എഴുതിയിട്ടുണ്ട്. E20 മീൻസ് R95 എബവ് പെട്രോൾ എന്നാണ്. ഞാൻ പ്രീമിയം യൂസ് ചെയ്യുന്നത്. എനിക്ക് ഏകദേശം മൈലേജ് കിട്ടുന്ന പോലും അറൗണ്ട് 28 to 30 ആണ്. നമ്മുടെ റൈഡ് കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ്. എങ്കിലും മിനിമം ഒരു 28-30 കിട്ടുന്നുണ്ട് മിനിമം. പിന്നെ ലോങ് ഒക്കെ അത്യാവശ്യം പോകുമ്പോൾ ഒരു 32 ഒക്കെ കിട്ടുന്നുണ്ട്. സോ പ്രോപ്പർലി ചെയിൻ ടൈറ്റ് ചെയ്യണം, എയർ പ്രഷർ പ്രോപ്പറായിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ഞാനൊന്ന് വണ്ടി ഒന്ന് കാണിച്ചു തരാം. ഇവിടെ പാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഡ്യൂക്ക് 390. സോ ആദ്യം ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. 30 years ഓഫ് ഡ്യൂക്ക് എന്നൊക്കെ പറഞ്ഞു വന്നു.
മെനു എടുക്കുമ്പോൾ എന്താ ബൈക്കിൻ്റെ നല്ലൊരു പിക്ടോഗ്രാമും സംഭവമൊക്കെ ഉണ്ട്. ഇതിൽ റൈറ്റ് മോഡുണ്ട്, സ്ട്രീറ്റ്, ട്രാക്ക്, റെയിന്. സ്ട്രീറ്റിലും ട്രാക്കിലും ഒരേ പവറാണ്. പിന്നെ ട്രാക്ക് ഇടുമ്പോഴാണ് നമുക്ക് ലോഞ്ച് കൺട്രോൾ അവൈലബിൾ ആയിട്ട് വരുന്നത്. റെയിനിൽ കുറച്ച് പവർ കുറവാണ്. പിന്നെ ABSന് 2 മോഡുണ്ട്, സൂപ്പർ മോട്ടോ റോഡുണ്ട്, ട്രാക്ഷൻ കൺട്രോളുണ്ട്. നമ്മളിപ്പോൾ എന്താ ട്രാക്ക് മോഡ് ഇട്ടു. ട്രാക്ക് മോഡ് ഇട്ടിട്ട് ലോഞ്ച് കൺട്രോൾ ഇനേബിൾ ആയിട്ടുണ്ട് ഇപ്പം. ഓക്കെ, സോ ട്രാക്ക് മോഡിലാണ് ലോഞ്ച് കൺട്രോൾ ഉള്ളത്. പിന്നെ ബേസിക് ബൈക്ക് ഇൻഫോ, ട്രിപ്പ് 1, ട്രിപ്പ് 2, സ്പീഡ് കൺട്രോൾ. സ്പീഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്, നമുക്ക് ആ സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ 70 സെറ്റ് ചെയ്ത് കൊടുക്കണം. അവർക്ക് 70-ന് മുകളിൽ കയറാൻ പറ്റത്തില്ല. ബട്ട് അവർക്ക് ഈ ഒരു സെറ്റിങ്സ് കയറി ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. അതാണ് സ്പീഡ് കൺട്രോള്. പിന്നെ ഇതൊക്കെ മെനുവിൻ്റെ കാര്യമാണ്. ക്വിക്ക് ഷിഫ്റ്റർ ഓൺ ഓഫ് ആക്കണം. ഷിഫ്റ്റ് ലൈറ്റ്, അതാണ് നമ്മുടെ ഡിസ്പ്ലേ ഓറഞ്ച് ആക്കുന്നത്. പിന്നെ ഡേറ്റ് ആൻഡ് ക്ലോക്ക്, ലാംഗ്വേജ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. മൊബൈൽ കണക്ട് ചെയ്യാം, നമുക്ക് ഹെഡ്ഫോൺ സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ ഈ വണ്ടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് KTMൻ്റെ 390 ഡ്യൂക്കിൻ്റെ ജനറേഷൻ 3rd മോഡല്. സോ നല്ലൊരു ബിഗർ ഹെഡ്ലൈറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു DRLൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഡിസ്ക്, ഹബ്ലെസ് ഡിസ്ക്കാണ്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നല്ല ലൈറ്റ് വെയിറ്റ് അലോയാണ്. മെറ്റ്സെല്ലറിൻ്റെ ടയറാണ്. WPയുടെ സസ്പെൻഷൻ്റെ കാര്യം അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടും റിയറും അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. WP ആപ്പെക്സിൻ്റെത്. റിയർ സസ്പെൻഷൻ കുറച്ച് ഓഫ്സെറ്റാണ്, നമ്മൾ സൂപ്പർ ബൈക്കിലൊക്കെ കാണുന്ന പോലെ. അതുകൊണ്ട് തന്നെ ബിഗർ എയർ ബോക്സ് അവർക്ക് കൊടുക്കാൻ പറ്റി. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് കുറയ്ക്കാൻ പറ്റി. സോ ഇതാണ് ഗൈസ് നമ്മുടെ ജനറേഷൻ 3 ഡ്യൂക്ക് 3. പിന്നെ ടൈൽ സെക്ഷൻ വരുമ്പം ടൈലിലിവിടെ എക്സ്ട്രാ ഒരു സംഭവമുണ്ട്, അത് ഞാൻ മാറ്റിയായിരുന്നു. അതൊക്കെ നമുക്ക് ഊരി മാറ്റാൻ പറ്റുന്ന സംഭവമാണ്. ഇവിടെ ഒരു ഫ്ലാപ്പ് ഉണ്ടായിരുന്നു. സോ ഇതാണ് കിടിലൻ ലുക്ക്. ടാങ്ക് വരുന്നത് 15 ലിറ്റർ ടാങ്കാണ്. നമുക്കിവിടെ മാറ്റ് പെയിൻ്റാണ് വരുന്നത്. ടാങ്ക് മാറ്റും സൈഡിലെ ഈ ഒരു പോർഷൻ വരുന്നത് ഗ്ലോസിയാണ്. ഫ്രെയിം വരുന്നത് ഫ്രണ്ടിൽ ട്രെലിസ് ഫ്രെയിമും ബാക്കിൽ അലുമിനിയം ഫ്രെയിമുമാണ് വരുന്നത്. സോ ഇതിൻ്റെ ടെയിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കി കാണാൻ പാടാണ്. ലോങ്ങിൽ നിന്നൊക്കെ കാണാൻ കൊള്ളാം, കുഴപ്പമില്ല. സോ ഇതാണ് ഓവറോൾ ഈ ഒരു ബൈക്കിൻ്റെ ലുക്ക് ഗൈസ്. സോ ഗൈസ് ഇതാണ് എൻജിൻ. LC4C എന്ന് പറയുന്ന എൻജിനാണ്. പിന്നെ അണ്ടർബെല്ലി എക്സോസ്റ്റാണ് വന്നിരിക്കുന്നത്. പുതിയൊരു ടൈപ്പ് സ്വിങ്ങാമാണ്. നമ്മൾ സ്പൂൾസ് വെച്ചിട്ടുണ്ട് പാഡോക്കിൻ്റെ. അത്യാവശ്യം ഈ ഒരു പ്രൈസ് പോയിൻറ്റിൽ നല്ല മാസീവ് സൈസുള്ളൊരു നേക്കഡ് ബൈക്കാണെന്ന് തന്നെ പറയാം. നമുക്ക് KTMൻ്റെ ഡ്യൂക്ക് 390. ഓക്കെ, സോ നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാം. ആഹാ, എന്ത് സുഖമാണ് വണ്ടി എടുത്തുകൊണ്ട്. വെയിറ്റ് എന്ന് പറയുന്ന സാധനമില്ല വണ്ടിക്ക്.
നിങ്ങൾക്ക് വണ്ടിയുടെ സൗണ്ട് കേൾപ്പിച്ച് തരണമെന്നുണ്ട്, ബട്ട് നിങ്ങൾ മൈക്കിൽ കേൾക്കുന്ന പോലെയൊന്നുമല്ല വണ്ടിയുടെ സൗണ്ട്. വണ്ടിയുടെ സൗണ്ട് നിങ്ങൾ നേരിട്ട് തന്നെ കേൾക്കണം. പിന്നെ വേറൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിവേഴ്സ് രണ്ടും അഡ്ജസ്റ്റബിൾ ആണ്. നേരത്തെ അഡ്ജസ്റ്റബിൾ ആയിരുന്നു, ബട്ട് ഇപ്പം ബ്രംബോയുടെ ആ ഒരു ഡിസൈനിലുള്ളൊരു അഡ്ജസ്റ്റബിലിറ്റിയാണ് വന്നിരിക്കുന്നത്. പ്രോപ്പർ അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവേഴ്സും ക്ലച്ച് ലിവേഴ്സുമാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിനെ പറ്റി എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഡ്രോപ്പ് ചെയ്യണം. പിന്നെ നമ്മുടെ തന്നെ ഇൻസ്റ്റാ ഐ ഡിയും ഫോളോ ചെയ്യാൻ മറക്കല്ല്. ദി ലിമിറ്റ്ലെസ് മല്ലു എന്നാണ് ഇൻസ്റ്റാ ഐ ഡിയും, ഞാൻ താഴെ കൊടുത്തേക്കാം. സോ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഇവിടെ കാണാം. അതുവരേക്കും see you. Bye bye.